നമ്മൾ നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണല്ലേ തീരുമാനം? ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലേ? ഇന്ന് പരാതി കൊടുക്കുന്നുണ്ട്. 10 മണിക്കായിട്ട് പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. അരുവിക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കാൻ പോകുന്നു. ഇപ്പം എന്ത് നമുക്കിപ്പം അവിടെ കൊടുത്ത പരാതിയിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കില്ല എന്ന് തന്നെയാണോ കരുതുന്നത്? അവിടെ ഹെബഗുഡ സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ. അവിടെ നിന്ന് നമ്മൾ നീതി പ്രതീക്ഷിക്കുന്നില്ല സ്റ്റേഷനിൽ നിന്നും. കാരണം മാനേജ്മെൻറ്റ് അത്ര സ്ട്രോങ് ആണ്, അത് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ നിന്നുള്ളൊരു നീതി കിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും നമുക്കറിയാം. മാനേജ്മെന്റിനും അവിടെ വലിയ പിടിയുണ്ടെന്ന് അല്ലെ? ഉപമുഖ്യമന്ത്രിയുടെ ഒരു ബന്ധുവിൻ്റെതാണ് കോളേജ് എന്നാണ് അല്ലെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്? തീർച്ചയായിട്ടും DK ശിവകുമാറിൻ്റെ ഭാര്യയുടെ അനിയത്തിയോ ചേച്ചിയോ ആണ് ആ BTL കോളേജിൻ്റെ മാനേജ്മെൻറ്റ്. ഞങ്ങളവിടെ സ്റ്റേഷനിൽ ചെന്ന് മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും നമുക്ക് കാണാൻ പറ്റിയില്ല. അവസാനം ഇവർ വന്ന് ഇവരെ അകത്ത് കയറി കണ്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് അകത്ത് കയറാനുള്ള പെർമിഷൻ പോലും കിട്ടിയിട്ടുള്ളത്. അവിടെ വെച്ച് നമുക്കത് മനസ്സിലായി സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു നീതി കിട്ടത്തില്ല എന്നുള്ളത്. ഇതിപ്പം കോളേജിലെ മാനേജ്മെന്റ് ഇതൊരു കുടുംബ പ്രശ്നമാക്കി ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ ഇന്നലെ ഇപ്പോൾ ആദിത്യന്റെ മരണവിവരം പുറത്തു വന്നതിന് ശേഷം നിരവധി വിദ്യാർത്ഥികൾ ഈ സന്ദീപ് പാണ്ഡ്യ എന്ന അധ്യാപകനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കാണുകയും ചെയ്തു. അപ്പം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഇത് ഒരു ഒതുക്കി തീർക്കാനുള്ള ശ്രമം തന്നെയാണെന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ അന്വേഷിക്കുക ഫാമിലി ഇഷ്യൂ എന്തെങ്കിലും നാട്ടിലുണ്ടോ. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ വേറെ കല്യാണം കഴിച്ചെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. എനിക്ക് വേറെ ഒരു പെണ്ണിൻ്റെ കൂടെയാണ്, ഇവിടെ അല്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല എന്താ അതിന് മറുപടി പറയാം. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂടെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ. അത് അവർ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഫാമിലി ഇഷ്യൂവിൻ്റെ കാര്യം കൊണ്ട് ചെയ്തു എന്നുള്ളത് അവർക്ക് വരുത്തി തീർക്കുക, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഏതെങ്കിലും ഘട്ടത്തിൽ ആദിത്യൻ ഈ പറയുന്ന അധ്യാപകനെതിരെ എപ്പോഴെങ്കിലും ഒരു വിഷമമുള്ളതായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ അമ്മ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വിഷുവിന് വന്നപ്പം അങ്ങനെ പറഞ്ഞു. അവസാനമായിട്ട് വന്നു പോയതും വിഷുവിനാണെന്ന് തോന്നുന്നല്ലേ? ആ വിഷുവിന് വന്നത് തന്നെ ഇവർ ചോദിച്ചിട്ട് ലീവ് കൊടുത്തില്ല. ലീവ് കൊടുക്കാതെ എറണാകുളത്ത് എത്തിയപ്പോഴത്തേക്ക് തിരിച്ച് അവർ മെസ്സേജ് ഇട്ടേക്കാണ് പിറ്റേന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ നാട്ടിൽ വരുന്നില്ല, എറണാകുളത്ത് എത്തിയപ്പം തന്നെ മെസ്സേജ് വന്ന് തിരിച്ച് പോകണമെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങ് തിരിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റൂല, എന്ന് എറണാകുളം വരെ വന്നതല്ലേ, നാട്ടിൽ വന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർബന്ധിച്ചിട്ടാണ് നാട്ടിൽ വന്നത്. അന്ന് വന്നപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ പറഞ്ഞത്? അന്ന് എന്നോടൊന്നും പറഞ്ഞില്ല, വൈഫിനോടാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവിടെ ഉണ്ടായി. ഇപ്പം പുതിയതായിട്ട് വന്ന 2 കുട്ടികൾ അവിടെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇവനെയും കൂടെ വിളിച്ച് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇവനെയും കൂടെയാണ് ഇത് ചേർത്ത് ഉപയോഗിക്കണമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ചും അവനെ ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞു. അതല്ലാതെ എന്തൊക്കെയോ കേസിൽ അവൻ ഒരുപാട് നാണം കെടുത്തിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷമാണ് കുട്ടികൾ പറയണത്. അതിന് ശേഷമാണ് ഞങ്ങൾ ഈ അധ്യാപകൻ്റെ പേര് അറിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഈ അധ്യാപകൻ്റെ പേര് പറയാത്തത്. ഇപ്പോഴാണ് ഈ അധ്യാപകൻ കാരണം 18ഓളം കുട്ടികൾ അവിടെ നിന്ന് മതിയാക്കി പോയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞങ്ങൾ ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടുന്ന് വിദ്യാർത്ഥികൾ തന്നെ വിവരമെല്ലാം കൂടി ചേർത്തിട്ട് പോലീസിൽ ഇവിടെ പരാതി കൊടുക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും. ഇതിപ്പം ഒരു 10-11 മണിയായിട്ട് പോയി അവിടെ പരാതി കൊടുക്കുന്നുണ്ട് അരുവിക്കര പോലീസ് സ്റ്റേഷനിൽ. ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് മകൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ്. അതിനെ ആ രീതിയിൽ കൊണ്ടെത്തിച്ചു അത് മാനേജ്മെന്റാണ് ശരിക്കും അവനെ ആ രീതിയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും താങ്കൾ? തീർച്ചയായിട്ടും. കാരണം അത്ര ഓക്കെ ആയിരുന്നു. ഇവിടുന്ന് പോയപ്പോഴും ഞങ്ങൾ തന്നെയാണ് സ്നാക്സ് എല്ലാം വാങ്ങിച്ച് കൊടുത്ത് വിട്ടത്. അവസാനമായി വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞിരുന്നില്ല? പറഞ്ഞിട്ടില്ല. ഈ ബാംഗ്ലൂർ അച്ഛൻ ഈ ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടി ചെന്ന സമയത്ത് മാനേജ്മെന്റിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? സ്വയം ചെയ്തതാണ്. ഞങ്ങളെ ഫാമിലി ഇഷ്യൂവിനെ കുറിച്ചാണ് അവർ പറഞ്ഞത്. ഫാമിലിയുടെ തലയിൽ കെട്ടിവെക്കാൻ തന്നെയാണ് അവർ. കാരണം അവർക്ക് ഇതിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് മുൻപ് ഈ ഇടയ്ക്കൊരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരം അത് അറിഞ്ഞിരുന്നു എപ്പോഴെങ്കിലും? അറിഞ്ഞില്ല, അങ്ങനൊരു വിവരം അറിഞ്ഞിട്ടില്ല. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ പോയി പരാതി കൊടുത്തിട്ട് ബാക്കി എന്താ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ കിട്ടത്തുള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് മുന്നോട്ട് തന്നെ പോകും. അവിടെ ഞങ്ങൾ ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്. ഗവർണറും DGPക്ക് അവിടെ ഇരുന്ന് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം സ്റ്റേഷനിൽ നീതി കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അടുത്ത് ഗവർണറിലോട്ടും കേരള ഗവർണറിനൊക്കെ അവിടെ തന്നെ ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആരോപണങ്ങൾ കോളേജിനെതിരെ കുടുംബത്തിനുണ്ടോ? ഈ അധ്യാപകൻ്റെതും തന്നെയാണ്. ഒരുപാട് ടോർച്ചറിങ്ങും ഞങ്ങൾ ഇപ്പോഴേ ഓരോ കാര്യങ്ങൾ അറിയുന്നതും ഓരോ കുട്ടികൾ ഇപ്പോഴേ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത്. നമ്മൾ വിഷമിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അധ്യാപകനെ പുറത്താക്കണമെന്ന് തന്നെയാണല്ലേ നമ്മുടെ ആവശ്യം? തീർച്ചയായിട്ടും. ഈ മറ്റു കുട്ടികളെ ആദ്യത്തിനെ ഒന്ന് കാണാൻ പോലും വിട്ടിട്ടില്ല എന്ന് തോന്നുന്നല്ലേ?
അതായത് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു 4-5 കുട്ടികളെ അവിടെ കൊണ്ടുവന്നു, ഈ ഹോസ്പിറ്റലിൽ മോർച്ചറി അവിടെ കൊണ്ടുവന്ന് ആ ഒരു 4ഓളം കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അനുവദിച്ചത്. അവിടെ പൊതുദർശനം വയ്ക്കുമെന്ന് ഈ കുട്ടികളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ബോഡി കൊണ്ടുവന്ന് അവിടെ പൊതുദർശനത്തിന് വയ്ക്കുമെന്ന്. അങ്ങനെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഈ കുട്ടികളെ നിർബന്ധിച്ചതിന് ശേഷമാണ് അവിടെ ഒരു ഫ്ലെക്സ് പോലും അവിടെ വെച്ചത്.